കേരളത്തിലെ മഴക്കാലം ഏകദേശം അവസാനിക്കാറായി. തണുപ്പ് കാലം തുടങ്ങാറായിട്ടുണ്ട്. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങൾ പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ശീതകാല പച്ചക്കറി വിളകളായ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, ചൈനീസ് ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ്, നോൾക്കോൾ, പാലക്, ചീര, ചെറിയുള്ളി, ക്യാപ്സിക്കം, മല്ലിയില തുടങ്ങിയവ നടുവാൻ ഏറ്റവും അനുയോജ്യമായ കാലമാണ് ഒക്ടോബർ നവംബർ മാസങ്ങൾ. ഇവയുടെ നടീൽ രീതികളെക്കുറിച്ചും വളപ്രയോഗത്തെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നു. എല്ലാവർക്കും അന്ന ഓർഗാനിക് ഫാമിലേക്ക് സ്വാഗതം. ഇത് ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തൈകളാണ്. ഇത് നടുന്നതാണ് ഇപ്പോൾ കാണുന്നത്. തൈകൾ വളരുന്നതിനനുസരിച്ച് മുകൾ ഭാഗത്തേക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത് നടുന്നതിന് മുന്നേ ചട്ടികളോ ഗ്രോ ബാഗുകളോ നിറയ്ക്കുമ്പോൾ പകുതി ഭാഗത്തോളം പുല്ല് വേസ്റ്റോ കരിയിലകളോ അങ്ങനെ എന്തെങ്കിലും നിറയ്ക്കുവാൻ ശ്രമിക്കുക. അതിനുശേഷം അതിന് മുകളിലേക്ക് പോട്ടിംഗ് മിക്സ് നിറച്ചു കൊടുക്കുക. 2-3 ആഴ്ച കൊണ്ട് തന്നെ ഈ പുല്ല് വേസ്റ്റോ കരിയിലകളോ അഴുകി കമ്പോസ്റ്റായി മാറുകയും അവ ചട്ടിയുടെ അടിഭാഗത്തേക്ക് ഇരുന്ന് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ മണ്ണും താഴേക്കിരുന്ന് മാക്സിമം സ്പേസ് കിട്ടുകയും നമ്മൾക്ക് ക്യാബേജ്, കോളിഫ്ലവർ നട്ട് കഴിഞ്ഞ് അത് വളർന്നു വരുമ്പോൾ അതിന് മണ്ണിട്ട് കൊടുക്കാൻ ആവശ്യമായ ഇട ഈ ചട്ടികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ശീതകാല പച്ചക്കറി തൈകൾ നടുമ്പോൾ നല്ല നീർവാർച്ചയും മണ്ണിളക്കവും ഉറപ്പുവരുത്തണം. തൈകൾ നട്ട് 90 മുതൽ 120 ദിവസം വരെ സമയം കൊണ്ട് ഇവ വിളവെടുപ്പിന് പാകമാകും. അതിനാൽ നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സിൽ നല്ലപോലെ ജൈവവളം ചേർന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. തൈകൾ നടുമ്പോൾ ചട്ടിയിലെ നടുഭാഗത്തെ മണ്ണ് വശങ്ങളിലേക്ക് മാറ്റി നടുഭാഗത്തൊരു കുഴി പോലെയാക്കി അതിലേക്ക് തൈകൾ നടുക. ആദ്യത്തെ 1-2 ആഴ്ചയിൽ നമ്മൾക്ക് ഈ മണ്ണ് തന്നെ, ചട്ടിയിലെ സൈഡിലുള്ള ഈ മണ്ണ് തന്നെ ചെടികളുടെ ചുവട്ടിലേക്ക് കൂട്ടിക്കൊടുത്താൽ മതിയാകും. ഇത് ക്യാരറ്റിൻ്റെ വിത്തുകളാണ്. ക്യാരറ്റ് നടുവാനായി പാത്രം തിരഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള പാത്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. പോട്ടിംഗ് മിക്സിലേക്ക് അല്പം മണലോ എംസാൻഡോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നീർവാർച്ചയും ഇളക്കവും ഉറപ്പുവരുത്തുവാൻ സാധിക്കും. അതോടൊപ്പം നല്ല വലിപ്പമുള്ള ക്യാരറ്റുകൾ നമ്മൾക്ക് വിളവെടുക്കുവാനും സാധിക്കും. ഇതിൽ നീളത്തിൽ ഓരോ വരിയായി ചെറിയൊരു പാത്തി പോലെ ഉണ്ടാക്കിയ ശേഷം അതിലേക്ക് വിത്തുകൾ പാകി കൊടുക്കുക. ഇത് നമ്മൾ പോട്രയിൽ പാകി വെച്ച് മുളപ്പിച്ച ക്യാരറ്റിൻ്റെ തൈകളാണ്. അത് ഇതുപോലെ തന്നെ നല്ല മണ്ണിളക്കമുള്ള ഒരു ചട്ടിയിലേക്ക് നമ്മൾക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. ക്യാരറ്റ് തൈകൾ പറിച്ച് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ വേരുകൾക്ക് ഇളക്കം തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ വേരുകൾ കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ക്യാരറ്റുകൾ ഉണ്ടാകുന്നതിൽ കുറവ് വരാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് ക്യാരറ്റ് വളർത്തുവാൻ ഉദ്ദേശിക്കുന്ന പാത്രങ്ങളിൽ തന്നെ വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ബീട്രൂട്ടിൻ്റെ വിത്തുകളാണ്. പാക്കറ്റുകളിൽ ലഭിക്കുന്നതാണ്. അതിൽ നിന്ന് കുറച്ച് വിത്തുകൾ എടുക്കുക. ഇതുപോലെ തന്നെ ഒരു പാത്രത്തിൽ പോട്ടി മിക്സ് നിറയ്ക്കുക. അതിലേക്ക് നമ്മൾ ചെറിയ റൗണ്ട് പോലെ ആക്കി അതിലേക്ക് കുറച്ച് വിത്തുകൾ വെച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇതിപ്പം അത്യാവശ്യം വലുപ്പമുള്ള പോട്ടായതുകൊണ്ട് അതിൽ 2 റൗണ്ടിൽ നമ്മൾക്കിങ്ങനെ ഇടാവുന്നതാണ്. വിത്തുകൾ പാകി നന കൊടുത്തു കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് തന്നെ ഇവ മുള പൊട്ടി ചെറിയ തൈകളായി വളർന്നു വരാൻ തുടങ്ങുന്നതായിരിക്കും. വിത്തുകൾ പാകുകയോ തൈകൾ നടുകയോ ചെയ്തതിന് ശേഷം നമ്മൾ പതിവായി ചെയ്യാറുള്ളതുപോലെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അനുപാതത്തിൽ തയ്യാറാക്കിയ സ്യൂഡോമോണാസ് ലായനി നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ വിത്തുകൾ നട്ടതിൽ തളിച്ചു കൊടുക്കുകയോ ചെയ്യുക. ഇത് ഏകദേശം 10 ദിവസത്തോളം പ്രായമായ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തൈകളാണ്. നമ്മൾ ആദ്യം നട്ടതാണിത്. ചട്ടികളിൽ നിറച്ച പുല്ല് വേസ്റ്റുകളൊക്കെ കമ്പോസ്റ്റായി താഴേക്കിരുന്ന് എല്ലാ ചട്ടികളിലും ആവശ്യത്തിന് സ്പേസ് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ മണ്ണും ബാക്കി വളങ്ങളും നിറച്ച് കൊടുക്കുവാനുള്ള സ്പേസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തൈകളാണ്. ചെറിയ വ്യത്യാസം മാത്രമേ ഇവ കാണാനുള്ളൂ. ക്യാബേജിൻ്റെ ഇല റൗണ്ടിലായിരിക്കും, കോളിഫ്ലവറിൻ്റെ ഇല അല്പം നീണ്ടിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾക്ക് ഇതിൻ്റെ ചുവട്ടിലുള്ള ചെറിയ പുല്ലും കളകളുമെല്ലാം പറിച്ചു മാറ്റി ചുവട്ടിലെ മണ്ണ് നന്നായിട്ട് ഇളക്കി ഏതെങ്കിലും ജൈവവളം
അതായത് ഒന്നുകിൽ കമ്പോസ്റ്റ് വളമോ ചാണകമോ എന്തെങ്കിലും അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് ഇട്ട് കൊടുത്ത് വീണ്ടും അതിൻ്റെ ചുവട്ടിലേക്ക് അല്പം മണ്ണും കൂടെ കൂട്ടി കൊടുത്തതിന് ശേഷം കരിയിലയോ പുല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് പൊതയിട്ട് കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ പൊതയിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കുകയും അതോടൊപ്പം കളകൾ വളരുന്നതിനെ തടയുകയും ഇത് ചെയ്യും. ഇതൊരു കോളിഫ്ലവറിൻ്റെ തൈയാണ്. അതിൻ്റെ ചുവട്ടിലും ഇതുപോലെ തന്നെ നമ്മൾ വളം ചേർത്ത് കൊടുത്തതിന് ശേഷം മണ്ണ് ചേർത്ത് പുതയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഇതുപോലെ അല്പം മണ്ണും ജൈവവളം എന്തെങ്കിലും ചേർത്ത് പുതയിട്ട് ചുവട്ടിൽ കൊടുക്കേണ്ടതാണ്. 90 ദിവസം പ്രായമാകുമ്പോൾ മുതൽ തന്നെ നമ്മൾക്ക് ഇതിൽ നിന്ന് വിളവെടുക്കുവാൻ സാധിക്കും. ചെറിയ ഉള്ളിയും നട്ട് 3 മാസം പ്രായമാകുമ്പോൾ തന്നെ വിളവെടുക്കാവുന്നതാണ്. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ കാണപ്പെടുന്ന നോൾക്കോൾ, കോൾറാബി അല്ലെങ്കിൽ ഘാട്ട്ഗോബി എന്നൊക്കെ പറയുന്ന ഒരിനം പച്ചക്കറിയാണ്. ഇത് നമ്മുടെ കാലാവസ്ഥയിലും നന്നായി വളരുന്നതാണ്. ചെറിയ പരിരക്ഷണമൊക്കെ മതി. ഇതിൻ്റെ ചുവട്ടിലുണ്ടാകുന്ന ബോൾ പോലെയുള്ള ഭാഗമെടുത്ത് നമ്മൾക്ക് തോരൻ വയ്ക്കാനും അതുപോലെ മസാലക്കറി ഉണ്ടാക്കാനുമൊക്കെ വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക.